മലയാളികൾ എല്ലാവരും ഇപ്പോൾ കാണുന്നത് നടൻ മമ്മൂട്ടിയുടെ വീട്ടിലെ ഒരു സങ്കട വാർത്തയാണ്. ശരിക്കും പറഞ്ഞാൽ നടൻ മമ്മൂട്ടിയോടൊപ്പം ഏറെ നാളുകൾ അഭിനയിച്ച അദ്ദേഹത്തിന് പ്രിയപ്പെട്ട താരവും അതുപോലെ തന്നെ ഒരു സൗഹൃദവും സാഹോദര്യ ബന്ധവും ഒക്കെ തോന്നിയ ഒരു താരത്തിന്റെ മരണമാണ് ഇപ്പോൾ അദ്ദേഹം കാണുന്നത്. നടൻ കൃഷ്ണൻ 37-ാം വയസ്സിൽ അന്തരിച്ചു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത്. മമ്മൂട്ടിക്കും കണ്ണീരടക്കാനാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വാർത്ത. കിങ്ങിലെയും ഏകലവ്യനിലെയും സ്റ്റൈലിഷ് വില്ലൻ എന്ന് തന്നെ നമുക്ക് പറയാം. മമ്മൂട്ടിയുടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ആ രണ്ട് സിനിമയിലും ഈ വില്ലനെ അങ്ങനെ അധികം ആരും മറക്കാൻ സാധ്യതയില്ല. അതിനൊരു കാരണം തന്നെയുണ്ട് എന്ന് പറയണം. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആ ഒരു വാർത്തയെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുകയും ചെയ്യുന്നത്. എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അറിയിക്കുകയും ചെയ്യുന്നു. ഈ വില്ലനെ എങ്ങനെയാണ് മറക്കാൻ സാധിക്കുക? ഞങ്ങൾക്കാർക്കും മറക്കാൻ സാധിക്കില്ല, അത് ഉറപ്പ് തന്നെയാണ്. ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനാകാത്ത കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുഖഛായ കൊണ്ടും സ്റ്റൈലിഷായ രൂപം കൊണ്ടും തന്നെ നമുക്ക് നേടിത്തന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാം. മമ്മൂട്ടിക്കും കണ്ണീരടക്കാനാവാതെയാണ് ഇത് കടന്നു പോകുന്നത്. TS കൃഷ്ണൻ എന്ന പേര് കൊണ്ട് പലരും തിരിച്ചറിയില്ലെങ്കിലും രൂപം കൊണ്ട് അറിയും. സ്ഥലത്തെ പ്രധാന പയ്യൻസ്, ഏകലവ്യൻ, കിങ്സ് തുടങ്ങി എത്രയോ സിനിമകളിൽ വില്ലൻ റോളുകളിൽ അദ്ദേഹം സാന്നിധ്യമുണ്ടായിരുന്നു. സ്ഥലത്തെ പ്രധാന പയ്യൻസിന്റെ സെറ്റിൽ വെച്ചാണ് സംവിധായകൻ ഷാജി കൈലാസ് കൃഷ്ണയുമായി കൂടുതൽ അടുക്കുന്നത്. ആ അടുപ്പം ഒരു സാഹോദര്യ ബന്ധത്തോളം വളർന്നു. അത് കൃഷ്ണന്റെ കരിയറിലെ വഴിത്തിരിവായി മാറി. ഏകലവ്യനിലെ കഥാപാത്രം കൃഷ്ണന്റെ കരിയർ മാറ്റിമറിച്ചു. ആളുകൾ തിരിച്ചറിയുന്ന തലത്തിലേക്ക് വളർന്നു. നെഗറ്റീവ് റോളുകളിൽ കൃഷ്ണൻ തകർത്ത് അഭിനയിച്ചു. എന്നാൽ വ്യക്തിജീവിതത്തിലെ ചില തിരിച്ചടികൾ അദ്ദേഹത്തെ മാനസികമായി വല്ലാതെ തളർത്തി. അതിൽ നിന്ന് കരകയറാനായി മദ്യപാനത്തെ ആശ്രയിച്ചു. സാധാരണഗതിയിലുള്ള മദ്യപാനമായിരുന്നില്ല അത്. അതിരുകടന്ന് ലംഘിക്കുന്ന ഒരുതരം അടിമത്തമായിരുന്നു അത്. വല്ലാത്ത അപകടത്തിലേക്കാണ് കൃഷ്ണന്റെ പോക്കെന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാവർക്കും ബോധ്യമായി. വിവരമറിഞ്ഞ ഷാജി കൈലാസ് വിളിച്ചു വരുത്തി താക്കീതും ചെയ്തു. ഇനി മദ്യപിച്ചാൽ പിന്നെ എൻ്റെ ഒരു പടത്തിലും നീ ഉണ്ടാകില്ല എന്നും ഗുരുതുല്യനായ ഷാജിയുടെ ഉപദേശം കൃഷ്ണനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് മാതാപിതാക്കളും സഹോദരനും കണക്കുകൂട്ടി. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നുവെന്ന് വ്യക്തമാക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. മമ്മൂട്ടിക്ക് കണ്ണീരടക്കാനാകാത്തത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരൻ കൂടിയായിരുന്നു എന്നതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. ആരാധകരെല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് അധികമൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ജീവിതത്തിൽ ആ പ്രായത്തിൽ ഈ ഒരു മരണം വളരെയധികം വേദനിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമാണ്. 37-ാം വയസ്സിലാണ് അദ്ദേഹത്തിന്റെ മരണം. ഒന്നുമായില്ല. ശരിക്കും പറഞ്ഞാൽ വയസ്സിന്റെ ഒരു ആയുസ് എന്ന് പറയുന്നതിന്റെ പകുതി മാത്രമേ ആയുള്ളൂ. അദ്ദേഹത്തിന്റെ മരണം എല്ലാവരും ഞെട്ടിച്ചു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് വേദനകൾ സഹിച്ച് അദ്ദേഹം കഴിഞ്ഞതുകൊണ്ട് വേദനകളില്ലാത്ത ലോകത്തേക്ക് പോയി എന്ന് തന്നെ പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.